നമസ്കാരം. നാളെ പുതിയൊരു മാസം ആരംഭിക്കുകയാണ്. നാളെ ഓഗസ്റ്റ് 1. ഓഗസ്റ്റ് മാസവുമായി ബന്ധപ്പെട്ട ജ്യോതിഷപരമായ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഞാൻ ഈ പരാമർശിക്കുന്ന നാളുകാരായ വ്യക്തികൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുന്ന ദിവസങ്ങളായി മാറാം. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയുടെ നാമം അല്ലെങ്കിൽ ഓം മഹാലക്ഷ്മിയെ നമ എന്ന കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം പൊതുവിൽ അനുകൂലമാണ് എങ്കിലും ചില കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. ആദിത്യൻ 4ഉം 5ഉം ഭാവങ്ങളിൽ സഞ്ചരിക്കുകയാൽ പ്രവൃത്തികളിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടതായ സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരാം. സങ്കീർണമായ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടും അവ പരിഹരിച്ചുകൊണ്ട് മാത്രമാണ് പുരോഗതി ഈ മാസം നിങ്ങൾക്ക് സാധ്യമാകൂ എന്നുള്ളതാണ്. പല കാര്യത്തിനും പരാശ്രയത്വം വേണ്ടിവരുന്ന സമയമാകുന്നു. എന്നാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. കുജൻ 6ാം ഇടത്ത് സഞ്ചരിക്കുന്നതിനാൽ തന്നെ അധികാരവും സ്ഥാനമാനവും നിങ്ങൾക്ക് നിലനിർത്തുവാൻ സാധിക്കുകയും ചെയ്യും. എതിർപ്പുകളെ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം മത്സരങ്ങൾ സംഭവിച്ചു എന്ന് വരാം. പലരിൽ നിന്നും പിന്തുണയും സഹകരണവും പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ആദായം മോശമാകില്ല എന്നുള്ളതാണ്. ധനാഗമങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആകസ്മികമായ യാത്രകൾ 12ലെ ശനിയുടെ സഞ്ചാരം മൂലം നിങ്ങൾക്ക് സംഭവിക്കാം. ആലസ്യം ചില കാര്യങ്ങളിൽ കാര്യവിളംബം സംഭവിക്കാവുന്നതാണ്. എന്നിരുന്നാലും പൊതുവിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ മാസം തന്നെയാകുന്നു. കാര്യങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രവൃത്തിയിലൂടെ കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു മാസമായി തന്നെ മാറാം. പൊതുവിൽ ഈ മാസം അനുകൂലമാണ് എങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഭംഗിയായി തന്നെ ആസൂത്രണം ചെയ്യാനും മികച്ചതായ ഏകോപനത്തോടെ തന്നെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കുന്ന സമയമായി തന്നെ മാറാവുന്നതുമാണ്. തൊഴിലുമായി ബന്ധപ്പെട്ടും മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അല്പം സമാധാനം നേടിയെടുക്കുവാൻ സാധിക്കും. ഒപ്പമുള്ളവരുടെ പിന്തുണ പല കാര്യങ്ങളിലും ലഭിക്കുകയും അത് വലുതായിരിക്കും എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും മറ്റുള്ളവരുടെ മേലധികാരികളുടേതാണ് എങ്കിലും അംഗീകാരങ്ങൾ തേടിയെത്താവുന്ന സമയമാണ്. കടബാധ്യതകളിൽ ഒരു പങ്കെങ്കിലും അല്ലെങ്കിൽ നല്ലൊരു പങ്കെങ്കിലും വീട്ടുവാൻ സാധിക്കുക, അതിനായുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. മങ്ങിയിരുന്നതായ സാമ്പത്തിക സ്രോതസ്സുകൾ വീണ്ടും ഫലവത്താകുന്ന ദിവസങ്ങളാണ് വന്നു ചേരുക. വിവാഹ കാര്യങ്ങളിൽ ശുഭകരമായ തീരുമാനങ്ങൾ വന്നു ചേരാം. കുടുംബ കാര്യങ്ങളിൽ വേണ്ടത്ര കരുതൽ കൈക്കൊള്ളേണ്ടതായ ദിവസങ്ങളായി മാറാം. മക്കളുടെ നിർബന്ധം പല കാര്യങ്ങളിലും ഉണ്ടായി എന്ന് വരാം. പഠന വൈമുഖ്യം ഉണ്ടാകുന്ന സമയം തന്നെയാകുന്നു. അത്തരം സാധ്യതകളുണ്ട്. ഗൃഹനിർമ്മാണം കെട്ടുനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും ഈ മാസം കൂടുതലാകുന്നു. കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ടും താല്പര്യം കുറയുവാനുള്ള സാധ്യതകളുണ്ട്. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ് എങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. ചില വ്യക്തികളെ പൂർണ്ണമായും വിശ്വസിക്കുന്നത് മൂലം നഷ്ടങ്ങൾ, തിരിച്ചടികൾ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. മകീരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന സമയം തന്നെയാണ് വന്നു ചേരുക. ആത്മാർത്ഥമായി തന്നെ പല കാര്യങ്ങൾ പരിശ്രമിക്കുകയും അത് അനുകൂലമായി തീരാം. പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ, അത് തൊഴിലുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. കർമ്മരംഗം വിപുലീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിപണന തന്ത്രങ്ങൾ ഉത്സവകാലത്തെ മുൻനിർത്തി നിങ്ങൾക്ക് ആവിഷ്കരിക്കുകയും അത് അനുകൂലമായി തീരുകയും ചെയ്യാം.
കൂടാതെ ഈ സമയം ജോലി ഭാരം അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ചില പ്രതിഷേധങ്ങൾ ഉണ്ടായി എന്ന് വരാം. ചില തർക്കങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ചില വ്യക്തികൾ പ്രതിഷേധിച്ചു അല്ലെങ്കിൽ ചില തർക്കങ്ങൾ കലഹങ്ങൾ ഉണ്ടായി എന്ന് വരാം. അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രണയികൾക്ക് അനുകൂലമാണ് ദിവസം. കുടുംബ കാര്യങ്ങൾ വ്യക്തമായി തന്നെ അല്ലെങ്കിൽ വളരെ അനുകൂലമായ രീതിയിൽ തന്നെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിവർത്തിച്ചു കൊടുക്കുവാൻ സാധിക്കുന്ന സമയം തന്നെയാണ്. ചില കാര്യങ്ങളിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. അത് തരണം ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും കാര്യവിളംബം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി പരിശ്രമിക്കുന്നതിലൂടെ കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്നതുമാണ്. ബിസിനസ് തുടങ്ങാനുള്ള സഹായം ലഭിക്കുക, ബന്ധുസഹായം, തൊഴിൽ യാത്രകൾ വിജയകരമാകുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കരാറുകൾ അനുകൂലമായി തീരാം. എന്നാൽ കൂട്ടുകെട്ടുകളിൽ അല്പമൊന്ന് കരുതൽ വേണ്ട സമയമാണ്. എതിർപ്പുകളെ കേട്ടില്ല എന്ന് നടിക്കുവാനുള്ള സാഹചര്യങ്ങളും കൂടുതലാകുന്നു. എന്നാൽ ചില കാര്യങ്ങളിൽ പണച്ചെലവ് വർദ്ധിക്കുന്ന സമയം കൂടിയാകുന്നു. ചില കാര്യങ്ങളിൽ ആശ്വാസം കൈവരിക്കുവാൻ സാധിക്കുകയും ചെയ്യും. പൊതുവിൽ ഈ മാസങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോകണം. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉദാസീനത നീങ്ങുന്നതായ സമയമാണ്. പുതിയ ചുമതലകൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. തൊഴിൽ പുഷ്ടിപ്പെടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായ സമയം തന്നെയാണ്. മാറ്റങ്ങൾ പല കാര്യങ്ങളിലും പ്രകടമാവുകയും അത് നിങ്ങൾക്ക് ഫലപ്രദമാവുകയും ചെയ്യാം. വായ്പാ സഹായം നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഒരു മാസം തന്നെയാണ്. ബിസിനസ്സിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാവുന്നതായ സമയമാണ്. പഠനാവസരങ്ങൾ വന്ന് ചേരാവുന്നതാണ്. അവസാന നിമിഷമാണ് എങ്കിലും കൈവരാവുന്നതാണ്. അന്യദേശത്തേക്ക് പോലും അവസരങ്ങൾ വന്നു ചേരാം. തടസ്സപ്പെട്ടിരുന്നതായ ചില കാര്യങ്ങൾ അത് യാത്രയാണ് എങ്കിലും അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പിണങ്ങിയ വ്യക്തികളുമായി ഇണങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കലാ, സാഹിത്യം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ചിട്ടി അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ധനാഗമം വന്നു ചേരാം. സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു മാസം തന്നെയാകുന്നു. ദാമ്പത്യം ശുഭകരമായി തീരാവുന്ന, സുഖകരമായി തീരാവുന്ന സമയമാണ്. ദാമ്പത്യ ജീവിതം അനുകൂലമായി തീരാവുന്ന സമയം തന്നെയാകുന്നു. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. സമ്മാനങ്ങൾ നൽകുക, സമ്മാനങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. പൊതുവിൽ അനുകൂലമാണ് എങ്കിലും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭൗതിക സാഹചര്യങ്ങൾ അനുകൂലമാകുന്ന സമയമാണ്. ധനാഗമത്തിനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ വന്നു ചേരാം. പല കാര്യങ്ങൾക്കും അനുകൂലമായ സമയമാണ് എന്നുള്ളതാണ്. വീടുമായി ബന്ധപ്പെട്ട് മോടി പിടിപ്പിക്കുക അല്ലെങ്കിൽ വീട്ടിലേക്ക് ആവശ്യമായ വസ്തുക്കൾ വാങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം. തന്ത്രങ്ങൾ ഫലപ്രദമായി തന്നെ വിനിയോഗിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വേണ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടോ മുഷിയേണ്ടതായി വന്നേക്കാം. ജോലിഭാരം അധികരിക്കുന്നതാണ്, വർദ്ധിക്കാവുന്നതാണ്. ചുമതലകൾ വർദ്ധിക്കുന്ന സമയമാണ്. കാര്യ തടസ്സങ്ങളെ നിങ്ങൾക്ക് സഹജമായ പ്രായോഗിക ബുദ്ധി കൊണ്ട് മറികടക്കുവാൻ സാധിക്കും. രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് അല്പം ആശ്വാസം ലഭിക്കാം. കുടുംബത്തോടൊപ്പം യാത്രകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. അത്തരം ചില ആസൂത്രണം നടത്തി എന്ന് വരാം. കടബാധ്യതകൾ കുറേശ്ശെയായി പരിഹരിക്കുവാൻ സാധിക്കും. സൗഹൃദം അനുകൂലമായി ഭവിക്കാം. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. കൂടാതെ ഈ സമയം പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും സഹായങ്ങൾ ലഭിക്കുക, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ ചില വ്യക്തികളെ പൂർണ്ണമായും വിശ്വസിക്കുന്ന മൂലവും എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും നിങ്ങൾക്ക് തിരിച്ചടികൾക്ക് കാരണമായി തീരാം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തേണ്ടതായ സമയമാണ്. താൽക്കാലികമായ തൊഴിലാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയം കൂടിയാകുന്നു. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാണ്. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമായി തന്നെ പരാമർശിക്കാം.
ഈ സമയം ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അത് ഭാവി സംബന്ധിച്ചാണ് എങ്കിലും കൈക്കൊള്ളാനിടയുണ്ട്. തൊഴിൽ മാറ്റത്തിന് ഈ സമയം അനുകൂലമല്ല, ഗ്രഹാനുകൂലമില്ല എന്ന് തന്നെ പരാമർശിക്കാം. അർഹതയുള്ള അവസരങ്ങൾ പലതും നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആവശ്യമായ പരിഗണന ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് എങ്കിലും ചില അവസരങ്ങളിൽ അത് നഷ്ടമായി എന്ന് വരാം. ധനക്ലേശങ്ങൾ വന്നു ചേരാം. അത് അപ്രതീക്ഷിതമായി എടുക്കുന്ന തീരുമാനങ്ങളോ അല്ലെങ്കിൽ ചിന്തിക്കാതെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനാലോ ആകാം. മേലധികാരികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ചില സമയങ്ങളിൽ പിന്തുണ ലഭിച്ചില്ല എന്നും വരാം. ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ അല്പം വർദ്ധിക്കാം. കുടുംബ ബന്ധങ്ങളിൽ ചില തർക്കങ്ങളുണ്ട് എങ്കിലും അത് മാറിമറിഞ്ഞു നിൽക്കും എന്നുള്ളതാണ്. എന്നിരുന്നാലും പൊതുവിൽ സമാധാനപരമായി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് അല്പം വർദ്ധിക്കാവുന്നതാണ്. പല കാര്യങ്ങളിലും കരുതലോടെ തന്നെ മുന്നോട്ട് പോകേണ്ടതായ സമയം കൂടിയാകുന്നു. കാര്യ തടസ്സങ്ങളെ നിങ്ങൾക്ക് മറികടക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാകുന്നു. കൂടാതെ ഈ സമയം ലഘു പ്രയത്നത്താൽ തന്നെ ചില കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. സാമാന്യമായ നേട്ടങ്ങൾ വന്നു ചേരുക, ധനലാഭം, ഇഷ്ടഭക്ഷണ സമൃദ്ധി അല്ലെങ്കിൽ ഇഷ്ടഭക്ഷണം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല കാര്യങ്ങളിലും പ്രശസ്തി, അംഗീകാരങ്ങൾ നിങ്ങൾക്ക് തേടിയെത്താവുന്നതുമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ തൃപ്തി ഭവിക്കാവുന്ന സമയം തന്നെയാകുന്നു. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് പകുതി വരെ ബുധ ആദിത്യ സഞ്ചാരം 11-ലാകയാൽ നേട്ടങ്ങൾ വർദ്ധിക്കാവുന്ന സമയം തന്നെയാണ്. അധികാരത്തിന് ഇളക്കമുണ്ടാകില്ല എന്നുള്ളതാണ്. തൊഴിൽ തേടുന്നവർക്കാണ് എങ്കിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ പല കാര്യങ്ങളും സംഭവിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പഠനം, ഗവേഷണം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സംതൃപ്തി, അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. അധ്വാനം വിലമതിക്കുന്നതായി മാറുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നവസംരംഭങ്ങൾ നിങ്ങൾക്ക് അല്പം തടസ്സങ്ങളാൽ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകേണ്ടതായി വരാം. ഈ സമയം പലവിധ വെല്ലുവിളികൾ നേരിടേണ്ടതായി വരും എങ്കിലും അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ചില കാര്യങ്ങളിൽ പെട്ടെന്ന് ക്ഷോഭത്തിന് ഇടവരുന്നതാണ്. ചില കാര്യങ്ങളിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടു എന്ന് വരാം. എന്നാൽ തർക്കങ്ങളിൽ നിന്നും ഈ സമയം ഒഴിഞ്ഞു നിൽക്കുന്നതാണ് ഏറ്റവും ശുഭം. ആരോഗ്യ പാലനത്തിൽ അല്പമൊന്ന് ശ്രദ്ധ വരുത്തേണ്ടതായിട്ടുണ്ട്. ചെലവ് അല്പം അധികരിക്കാം. എന്നാൽ വരവ് വർദ്ധിപ്പിക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയാവുന്നതാണ്. ഭാഗ്യം തുണയ്ക്കുകയും പൊതുവിൽ പല കാര്യങ്ങളിലും പുതിയ അവസരങ്ങൾ തേടിയെത്താവുന്നതായ സമയം കൂടിയാകുന്നു. അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങണം. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മുന്നേറ്റം വന്ന് ചേരാവുന്ന സമയമാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയമാണ്. പ്രയത്നത്തിനുള്ള ഫലം ലഭിക്കാവുന്ന സമയം. തൊഴിൽ നേട്ടങ്ങൾ വന്നു ചേരുക, തൊഴിൽ അന്വേഷണം വിജയത്തിൽ കലാശിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കർമ്മരംഗത്ത് അധികാരം സ്ഥാപിക്കുവാൻ സാധിച്ചു എന്ന് വരാം. അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. കൂടാതെ ഈ സമയം നിശ്ചയിച്ച ലക്ഷ്യത്തിലേക്ക് കടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരം കാര്യങ്ങൾ അനുകൂലമാകാം. പഠനത്തിൽ പുരോഗതി ദൃശ്യമാകാം. കലാപ്രവർത്തനത്തിൽ അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. സമൂഹത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. പല വിധത്തിലും തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാവുന്ന സമയം തന്നെയാണ്. വായ്പകൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും. മക്കളുടെ വിവാഹ കാര്യവുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങൾ എടുക്കുക, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുക, നറുക്കെടുപ്പ്, ചിട്ടി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പണം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ 12-ലെ ചൊവ്വ നിങ്ങൾക്ക് പല വിധത്തിലും അലച്ചിലിനും ക്ഷോഭത്തിനും ഇടവരുത്താം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട്. യാത്രകളിൽ കരുതൽ വേണ്ടതായ ഒരു സമയമായി തന്നെ പരാമർശിക്കാവുന്നതുമാണ്. പൊതുവിൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. വിശാഖം നാളുകാരെ സംബന്ധിച്ചിടത്തോളം മുന്നേറുവാനുള്ള അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും ആസൂത്രണം ശരിയായ രീതിയിൽ നടത്തുവാൻ സാധിക്കും. അല്പ അധ്വാനം കൊണ്ട് തന്നെ മുന്നേറുവാൻ സാധിച്ചു എന്ന് വരാം.
തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, സൗഹൃദാന്തരീക്ഷം വന്നു ചേരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് താൽക്കാലികമായ ജോലിയാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. വ്യാപാരികൾക്കും അനുകൂലമായ ഫലങ്ങൾ, അല്പം ലാഭം വർദ്ധിക്കാവുന്ന സമയമായി മാറാം. ഈ സമയം പലവിധ പ്രശ്നങ്ങൾ വന്നു ചേരും എങ്കിലും അതിൽ ഒറ്റപ്പെടില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്തുണയ്ക്കുവാൻ ആൾക്കാർ വർദ്ധിക്കും, അല്ലെങ്കിൽ ഒപ്പമുള്ളവരുടെ പിന്തുണ ലഭിച്ചു എന്ന് വരാം. വിവാഹ കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ആദായം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. നറുക്കെടുപ്പ്, കച്ചവടം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടും ധനലാഭം വന്നു ചേരാം. കൂടാതെ ഈ സമയം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട യാത്രകൾ, സന്തോഷ നിമിഷങ്ങൾ വന്നു ചേരാം. അപ്രസക്തമായ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുവാൻ ശ്രമിക്കേണ്ടതും അതിൽ വിജയിക്കുകയും ചെയ്യാവുന്ന സമയം തന്നെയാകുന്നു. പൊതുവിൽ ഭാഗ്യം വർദ്ധിക്കാവുന്ന സമയം തന്നെയാണ്. ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഭാഗ്യാനുഭവങ്ങൾ, ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുവാനുള്ള സാധ്യതകളുമുണ്ട്. പൊതുവിൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. അനിഴം നാളുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാവുന്ന, കൂടുതലായും സംഭവിക്കാവുന്ന അത്തരം അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള സമയമാണ്. കർമ്മരംഗത്ത് പ്രത്യേകിച്ചും ഈ കാര്യങ്ങൾ പ്രകടമാകാവുന്നതുമാണ്. അടഞ്ഞ അവസരങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ശത്രുക്കൾക്ക് മേൽ വിജയം നേടുവാൻ സാധിക്കും. സ്വന്തം കഴിവ് തെളിയിക്കുവാൻ അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കും. വ്യവഹാരങ്ങളിൽ വിജയം വന്നു ചേരും എന്നുള്ളതാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട ആദായം വന്നു ചേരാം. പല കാര്യങ്ങളിലും ലാഭം വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള സാധ്യതകളുണ്ട്. അത് കൂട്ടു ബിസിനസ്സുമായി ബന്ധപ്പെട്ടുമാകാം. ഭൗതിക താല്പര്യങ്ങൾ അല്പം വർദ്ധിക്കുന്നതായ സമയമാണ്. കൂടാതെ ഈ സമയം വാഹനം, വീട്, ബന്ധുക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സമചിത്തതയോടെ പ്രശ്നങ്ങളെ നേരിടുവാനും കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാനും ധനപരമായ നേട്ടങ്ങളിലേക്ക് പോകുവാനും സാധിക്കുന്നതായ സമയം തന്നെയാണ്. എന്നിരുന്നാലും ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതായ സമയം കൂടിയാകുന്നു. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അല്പം ആശ്വാസം ലഭിക്കുകയോ അല്ലെങ്കിൽ സമയം നീട്ടിക്കിട്ടുക, ചെറുതായി ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുക, ഇത്തരം കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. ചതയം നാളുകാരെ സംബന്ധിച്ചിടത്തോളം ഉയർച്ച വന്ന് ചേരുവാൻ സാധ്യതയുള്ള സമയമാണ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പല വിധത്തിലും ഉയർച്ച, ഓർഡറുകൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വ്യക്തികളെ ആകർഷിക്കുവാൻ സാധിച്ചു എന്ന് വരാം. അധ്വാനം വിലമതിക്കുന്നതായി തീരും. അധ്വാനിക്കുന്നതിൽ ഫലം കണ്ടെത്തുവാൻ സാധിക്കും എന്നുള്ളതാണ്. അഭിമുഖങ്ങളിലും പരീക്ഷകളിലും വിജയിക്കുവാൻ സാധിക്കും. കലാകാരന്മാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ശത്രുക്കൾക്ക് മേൽ വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം പല പ്രശ്നങ്ങളിലും മധ്യസ്ഥം വഹിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആസൂത്രണ മികവ് അംഗീകരിക്കപ്പെടുന്ന സമയമാണ്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കാവുന്ന സമയം കൂടിയാകുന്നു. ചൊവ്വ അഷ്ടമത്തിൽ സഞ്ചരിക്കുകയാൽ ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടുവാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കും. മക്കളുടെ ആവശ്യങ്ങൾ, കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കും. ശുഭവാർത്തകൾ തേടിയെത്തുക, സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്ന സമയം തന്നെയാണ്. പല കാര്യങ്ങളിലും സ്വയം നിയന്ത്രിക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാകുന്നു. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമായി തന്നെ മാറും. പൂരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണർവോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു മാസമായി തന്നെ മാറാം. പ്രശ്നങ്ങൾ ഉണ്ടാകും എങ്കിലും സമചിത്തതയോടെ നേരിടുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും സത്യസന്ധമായി തന്നെ ചുമതലകൾ നിർവഹിക്കുവാൻ സാധിക്കും. പുതിയ ജോലിക്കായുള്ള ശ്രമങ്ങൾ ഫലം കാണാം. വിദേശത്ത് നിങ്ങൾക്ക് ശരിയായ രീതിയിലുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. തൊഴിലുമായി ബന്ധപ്പെട്ടോ പഠനാവശ്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും പോകുവാൻ സാധിച്ചു എന്ന് വരാം. അതിനുള്ള അവസരങ്ങൾ അനുകൂലമായി തീരാം. സാമ്പത്തിക പിരിമുറുക്കത്തിന് താൽക്കാലികമായി അയവുണ്ടാകുന്ന സമയം കൂടിയാകുന്നു.
കൂടാതെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളിൽ വിജയങ്ങൾ നേടുവാനോ പിന്മാറുവാനോ ഉള്ള സാധ്യതകളുണ്ട്. പുതിയ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. അലച്ചിലുണ്ടാകും എങ്കിലും കാര്യങ്ങൾ അനുകൂലമായി തീരാം. ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. കാര്യാലോചനകളിൽ ഉറച്ച നിലപാടുകൾ സ്വീകരിച്ചു എന്ന് വരാം. ശത്രുക്കൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ നിങ്ങളുടെ പല അഭിപ്രായങ്ങൾക്കും സ്വീകാര്യത വർദ്ധിക്കാവുന്ന സമയം തന്നെയാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക. കുടുംബകലഹങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കുക. കുടുംബത്തിൽ സമാധാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് തന്ത്രങ്ങൾ പ്രയോഗിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയം തന്നെയാകുന്നു. വായ്പകൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. കൂടാതെ ചില കാര്യങ്ങളിൽ ഉണ്ടായിരിക്കുന്നതായ ആലസ്യം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പൊതുവിൽ ഭാഗ്യം തുണയ്ക്കുന്നതായ ഒരു സമയമായി തന്നെ മാറും.